ഇന്ത്യയുടെ കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചും നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസും അതിൻ്റെ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്യൂഡോ സാറ്റലൈറ്റ് പ്ലാറ്റ്ഫോമിൻ്റെ സബ്സ്കെയിൽ മോഡലിൽ നിരവധി ഫ്ലൈറ്റ് ടെസ്റ്റുകൾ നടത്തിയതായി ജെയിംസ് റിപ്പോർട്ട് ചെയ്തു. ജനുവരി 23 മുതൽ ഫെബ്രുവരി 2 വരെ കർണാടകയിലെ ചള്ളക്കരയിലുള്ള ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ എയ്റോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിൽ പരിശോധനകൾ നടത്തി. പരിശോധനയ്ക്കിടെ 12 മീറ്റർ ചിറകുള്ളതും 22 കിലോഗ്രാം പരമാവധി ടേക്ക് ഓഫ് ഭാരവുമുള്ള സബ്സ്കെയിൽ മോഡൽ ഏകദേശം 22 സോർട്ടികൾ നടത്തുകയും ഏകദേശം 37 ഫ്ലൈറ്റ് മണിക്കൂറുകൾ ശേഖരിക്കുകയും ചെയ്തു. ജെയിംസിനോട് സംസാരിച്ച NALന്റെ ചീഫ് സയന്റിസ്റ്റും ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്ലാറ്റ്ഫോം പ്രോഗ്രാം ഡയറക്ടറുമായ L. വെങ്കിട്ടകൃഷ്ണൻ പറഞ്ഞത് പ്രകാരം വിമാനം അതിനായി നിശ്ചയിച്ചിട്ടുള്ള എല്ലാ പ്രകടന അളവുകളും പാലിക്കുന്നുണ്ട്. പരീക്ഷിച്ച ഹാപ്സ് മോഡലിൽ ഫുൾ സ്കെയിൽ പ്ലാറ്റ്ഫോമിൽ ആവശ്യമായ പേലോഡുകളും ഫ്ലൈറ്റ് സംവിധാനങ്ങളും സജ്ജീകരിച്ചിരിക്കുന്നു. വിമാനത്തിനുള്ളിലെ പ്രകടനം നിരീക്ഷിക്കുന്നതിനായി ഒരു ജോഡി ക്യാമറകളും ഘടിപ്പിച്ചിരുന്നു. ഉയർന്ന പ്രവർത്തനക്ഷമതയുള്ള സോളാർ ഫോട്ടോവോൾട്ടായിക് സെല്ലുകൾ, ബാറ്ററി സംവിധാനം, 1 കിലോഗ്രാം പേലോഡ്, സബ്സ്കെയിൽ മോഡലിന് 24 മണിക്കൂർ എൻഡ്യൂറൻസ് ഫ്ലൈറ്റിൽ ഉയർത്താൻ കഴിയും. ഇത് താഴ്ന്ന ഉയരത്തിലുള്ള ദൗത്യങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്നു, വെങ്കിട്ടകൃഷ്ണൻ കൂട്ടിച്ചേർത്തു.